അഞ്ജനയുടെയും അജയുടെയും വിവാഹമൊക്കെ നിശ്ചയിച്ചിരിക്കുകയാണ്. അന്നേ ദിവസം അജയോട് തീർച്ചയായിട്ടും ആ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി അവനെ വളരെ നിർബന്ധിക്കുകയാണ്. തനിക്ക് വേണ്ട, തനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും ആരും അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഭൂമിയുടെ അമ്മ ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ അവരിറക്കാനായിട്ട് കാശിന്റെ ആവശ്യം കേട്ടോ. അതിനുവേണ്ടി ഭൂമി നെട്ടോട്ട് ഓടുകയാണ്. ഈ സമയത്ത് ഭൂമിയെ ആശ്വസിപ്പിക്കാനും ഭൂമിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടും അജയ് അവളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് അജയ് പറയുന്നുണ്ട്, എന്നെ സഹായിക്കാമെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കാം എന്ന് പറയുമ്പോൾ എന്ത് സഹായമാണ് സാർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിനക്കറിയാലോ, അഞ്ജനയുമായിട്ടുള്ള വിവാഹ നിശ്ചയം ചെയ്യാൻ പോവാണ്. അതെനിക്ക് തീരെ താല്പര്യമില്ല. അഞ്ജന നമ്മളൊന്നും കരുതുന്ന പോലെയല്ല. അവൾ പക്കാ ഫ്രോഡാ. ഭൂമി ആൻറ്റിയെ പോലെ തന്നെയാ. അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ ഞാൻ എന്ന് സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവളല്ലാതെ ഈ ഭൂമിയിൽ മറ്റാരെയും ഞാൻ സ്നേഹിക്കുകയില്ല, വിവാഹം കഴിക്കുകയില്ലെന്ന് തീരുമാനിച്ചതാ. ഒന്നിച്ച് ജീവിക്കുന്നെങ്കിൽ അവളുടെ കൂടെ മാത്രം. അതുകൊണ്ട് എനിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ല. അതിന് ഭൂമി എന്നെ സഹായിക്കണം. ഞാൻ എങ്ങനെ സാറിനെ സഹായിക്കുന്നേ എന്ന് ചോദിക്കുമ്പം, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ നൽകാം, അതിന് പകരമായിട്ട് നീ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പം ഭൂമി ഞെട്ടിപ്പോകുന്നുണ്ട്. സാർ എന്തൊക്കെയാ പറയുന്നേ? സാറിന്റെ വിവാഹം അവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ? സാറ് തന്നെയല്ലേ പറഞ്ഞത് സാറിന്റെ കാമുകിയല്ലാതെ മറ്റേ വിവാഹം കഴിക്കില്ലെന്ന്? എന്നിട്ടോ ഞാൻ പറഞ്ഞത് ഒരു ഒറിജിനൽ മാരേജിന്റെ കാര്യമല്ല, ഒരു ഫേക്ക് മാരേജിന്റെ കാര്യമാണ്. നീ എന്നെ വിവാഹം കഴിക്കുന്ന പോലെ അഭിനയിച്ചാൽ മതി. നമ്മൾ ഈ സീരിയലൊക്കെ കാണുന്നില്ലേ, അതുപോലെ ഞാനും നീയും തമ്മിൽ ഒരു കോൺട്രാക്ട് ഒപ്പിട്ട് നമ്മൾ പരസ്പരം വിവാഹം കഴിക്കുന്നു. കൃത്യമായ ഒരു സമയത്തിന് ശേഷം എൻ്റെ ഉദ്ദേശം ഞാൻ സഫലീകരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആവുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം ഭൂമി ചോദിക്കാണ്, പറഞ്ഞു കഴിയുമ്പോൾ എത്ര നിസ്സാരല്ലേ, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. ആ ഒരു കുടുംബം എത്ര വലിയ കുടുംബമാണെന്ന് സാറിന് അറിയില്ലേ? അവിടെ വന്ന് ഞാനിങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജ് ഒക്കെ ചെയ്ത് എനിക്കിത് ഓർക്കാൻ കൂടി വയ്യ സാർ. അതൊന്നും വേണ്ട. ആ മുത്തശ്ശി എന്നെ സ്വന്തം കൊച്ചുമോളെ പോലെ കാണുന്നത്. സാറിൻ്റെ അമ്മയാണെങ്കിലോ എന്നെ വളരെ സ്നേഹ. അതുപോലെ തന്നെ സാറിൻ്റെ സത്യൻ സാറാണെങ്കിലോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, സ്വന്തം മകളെ പോലെ. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല സാർ. അവരെയൊക്കെ മുഖം ഓർക്കുമ്പോൾ അവരെയൊക്കെ ചീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും അജയ് പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് ഒരു ചീറ്റിംഗ് ആണെന്ന് കരുതണ്ട. നീ എന്നെ സഹായിക്കുന്നു, പകരം ഞാൻ നിന്നെ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. ആ അഞ്ജനെ പോലെ ഒരു പെണ്ണ് വിവാഹം കഴിക്കണമെന്നാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് എനിക്ക് വെറുപ്പ് അവളോട് എന്ന് പറയുന്നുണ്ട്. അവളുടെ ഉദ്ദേശം സ്വത്തുക്കൾ മാത്രമാണ്, അല്ലാതെ എന്നെ ഇഷ്ടമായിട്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം എന്ന് പറയാൻ കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ട ആളെയല്ലേ വിവാഹം കഴിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അഞ്ജനനെ ഞാൻ അങ്ങനെ കരുതിയിട്ട് കൂടെയില്ല. അവരുടെയൊക്കെ പക്ക പ്ലാനിങ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയും അജയും, ഭൂമിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആകെപ്പാട് വിഷമിച്ച് നിൽക്കുകയാണ്. തൻ്റെ അമ്മയുടെ മുഖമാണ് അവൾക്കപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് കേട്ടോ. അമ്മ ജയിലിൽ കിടക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും തൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തണം. തൻ്റെ അച്ഛനോ തനിക്ക് നഷ്ടപ്പെട്ടു, ഇനി അമ്മയെ കൂടെ നഷ്ടപ്പെടാൻ പാടില്ല. അമ്മ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങണം. അതിനു മുമ്പ് ആ ഫോൺ ശരിയാക്കി അതിലെ തെളിവുകളൊക്കെ ശേഖരിക്കണം. ആ ഫോണിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കണം എന്നൊക്കെ ഭൂമി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അജയോട് താൻ നാളെ പറയാമെന്ന് പറയാൻ കേട്ടോ. വീട്ടിൽ പോയതിനു ശേഷം അവൾ നല്ലവണ്ണം ആലോചിക്കുന്നുണ്ട്. അജയുടെ റിക്വസ്റ്റ് പ്രകാരം അവളുടെ അമ്മേനെ കാണാൻ അനുവദിക്കുന്നുണ്ട്. അമ്മയോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം, അത് വേണോ മോളെ, അത്രയും വലിയൊരു കുടുംബത്തിലേക്ക് മോളെ പോവണ്ട, എനിക്ക് പേടിയാ എന്ന് പറയുമ്പം, അമ്മേ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ പോയിട്ട് എനിക്ക് ആ പണം വേണം, എൻ്റെ അമ്മേനെ ഇറക്കണം. ആ അമ്മയെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെ കാണും. ഞാൻ പിന്നെ തിരിച്ചങ്ങോട്ടേക്ക് പോവില്ല. നമുക്ക് ഈ നാട് തന്നെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകാം അമ്മേ, നമ്മുടെ നാട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ അമ്മ മനസ്സോടെ സമ്മതിക്കുകയാണ്. ഇനിയിപ്പോൾ തനിക്ക് കൂടെ ഭർത്താവില്ല, തൻ്റെ മകൾ മാത്രമേ ഉള്ളൂ. അവൾ കൂടി ആ കുടുംബത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ തനിക്ക് അവളെ കൂടെ നഷ്ടപ്പെടുമോ എന്ന് ആ അമ്മ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയോട് ആ ഒരു എഗ്രിമെന്റിന് തയ്യാറാവേണ്ട എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അജയും ഭൂമിയും തമ്മിലുള്ള എഗ്രിമെന്റ് നടത്താമെന്ന് അജയോട് വിളിച്ച് ഭൂമി പറയുന്നുണ്ട്. രണ്ടുപേരും രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ അവർ രണ്ടുപേരും ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം അവരവരുടെ പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ല. അതുമാത്രമല്ല, രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പും പാടില്ല. അതുപോലെ അജയ് ഭാര്യന്ന് അധികാരം എടുക്കാനോ അവർ ശരിത്തൊടാനോ പാടില്ല. ഭൂമിയും അങ്ങനെ തന്നെ. അതുപോലെ രണ്ടുപേർക്കും രണ്ടുപേരുടെ ജോലിയും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്.
അതിൽ പരസ്പരം ആരും കൈയെടുത്താൻ പാടില്ല. അങ്ങനെ ഒരുപാട് എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഭൂമിയുടെ അമ്മ എന്ന് ഇറങ്ങാൻ സാധിക്കുന്നോ അന്ന് തന്നെ അവൾക്ക് തിരിച്ചു പോകാം എന്നും എഗ്രിമെന്റിലുണ്ട്. കൃത്യം 6 മാസത്തിനു ശേഷം ഡിവോഴ്സിന് അവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ എല്ലാ എഗ്രിമെന്റുകളും രണ്ടുപേരും സൈൻ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അജയും ഭൂമിയും വിവാഹം കഴിക്കുന്നത് അജയുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന അതേ ദിവസമാണ്. മനസ്സില്ലാ മനസ്സോടെ ഭൂമി അജയനെ വിവാഹം കഴിച്ച് ആ തറവാട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ആ സമയത്ത് ആ വീടാകപ്പാട് അലങ്കരിച്ച് എല്ലാവരും ആ ഒരു ചടങ്ങിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. ഭയങ്കര ആഘോഷമാക്കി തന്നെ ആ ചടങ്ങുകളോട് അലങ്കരിച്ച് വളരെ വളരെ മനോഹരമായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് അജയും അതുപോലെ ഭൂമിയും കൂടി വണ്ടിയിൽ വന്ന് അവിടെ ഇറങ്ങുന്ന കേട്ടോ. വന്നിറങ്ങി അവർ വാതിൽപ്പടിയിലേക്ക് ചവിട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഇവരകത്തേക്ക് കയറി വരുമ്പം ആ വീട്ടിലുള്ള എല്ലാവരും ഇവരെ തന്നെ നോക്കി നിൽക്കാതിരിക്കും. ഭവാനിയും അഞ്ജനയും ഈ കാഴ്ച കണ്ട് അങ്ങ് ഞെട്ടിവേർച്ച് നിൽക്കാണ്. ഇത്രയും കാലം അവർ ആഗ്രഹിച്ചത് മുഴുവനും ഈ ഒരു തകർന്നടിഞ്ഞു പോവാണല്ലോ. എങ്ങനെയെങ്കിലും മകളെ കണ്ട് അജയനെ വിവാഹം കഴിപ്പിക്കണം, ഈ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കണം എന്നായിരുന്നല്ലോ അവരുടെ പ്ലാനിങ്. അതെല്ലാം ചീറ്റിപ്പോയതോർത്ത് അവരാകെപ്പാടെ പേടിച്ചു വിറച്ച് നിൽക്കാണ്. ആരാണോ ഈ തറവാട്ടിലേക്ക് വരരുതെന്ന് അവൾ ആഗ്രഹിച്ചത് അവൾ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് കയറി വന്നിരിക്കുന്നു. അച്യുതന്റെ മകളല്ല, അത് സത്യന്റെ മകളായിരിക്കാമെന്ന് ഭവാനിക്ക് നേരത്തെ ഒരു ഡൗട്ട് ഉണ്ടല്ലോ. അത് പോരാഞ്ഞ് അവളെങ്ങോട്ട് വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും കയറി വന്നിരിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഭവാനി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും സംഗീതയും സത്യനും എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, എന്താ മക്കളെ നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്താ ഭൂമി ഇത്, ഇന്ന് അജയുടെ വിവാഹ നിശ്ചയമാണെന്ന് നിനക്കറിയില്ലായിരുന്നോ? നിന്നെ എൻ്റെ സ്വന്തം കൊച്ചുമോളെ പോലെ ഞാൻ നോക്കിയത്, എന്നിട്ടും നീ ഇങ്ങനൊരു സാഹസം കാണിച്ചല്ലോ എന്ന് പറയുമ്പം മുത്തശ്ശി എന്ന് വിളിക്കുമ്പം വേണ്ട, മിണ്ടി പോകരുത്. ആ നാക്കുകൊണ്ട് ഇനി എന്നെ മുത്തശ്ശി എന്ന് വിളിക്കരുത്. ഞാൻ ഇനി നിന്റെ മുത്തശ്ശിയല്ല. ഇതാ പറഞ്ഞത്. ഓരോരുത്തർക്കും അവനിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അത് കടന്ന് നമ്മൾ അതിനുള്ള അവകാശം കൊടുക്കരുത്. കൊടുത്താൽ അവരത് മുതലാക്കും എന്ന് പണ്ടുള്ളവരൊക്കെ പറഞ്ഞത് എത്ര ശരിയാ. സൂചി കുത്താൻ ഇടം കൊടുത്താൽ അങ്ങോട്ടേക്ക് മുഴുവനും കേട്ടുന്ന ആൾക്കാരല്ലേ എന്നും പറഞ്ഞ് മുത്തശ്ശി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. ഈ സമയം സത്യൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഭൂമി, എങ്കിലും നീ ആള് കൊള്ളാം. നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെയല്ലേ കരുതിയത്, എന്നിട്ട് നീ ഇത്രയ്ക്ക് ചീപ്പായി പെരുമാറിയല്ലോ. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇന്നിവരുടെ വിവാഹ നിശ്ചയമാണെന്ന് നിനക്കറിയില്ലായിരുന്നോ? നിനക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഞങ്ങളോട് പറഞ്ഞുകൂടായിരുന്നോ? ഇമാതിരി ഒരു പണി കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുമ്പം അജയ് പറയുന്നുണ്ട്, അങ്ങളെ അവളെ കുറ്റം പറയണ്ട, ഞാനാ എല്ലാത്തിനും കാരണം. എനിക്കായിരുന്നു ഭൂമി ഇഷ്ടം, ഞാനാ ഭൂമിയോട് പറഞ്ഞതെന്ന് പറയുമ്പം നീ മിണ്ടിപ്പോകരുത്. നീ കഴിഞ്ഞ ദിവസം കൂടി എന്നോട് പറഞ്ഞതല്ലേ നിന്റെ പഴയ കാമുകിനെ മറക്കാനാവുന്നില്ല, അവളെ മാത്രമേ വിവാഹം കഴിക്കുള്ളെന്ന്. എന്നിട്ട് നിനക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ. അവളെ മറന്ന് ഭൂമിയെ കെട്ടാൻ പോവാണെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. മതി, ഇനി നീ എന്നെ അച്ചാന്ന് വിളിച്ച് പോകരുത്. മേലാൽ ഞാനും നീ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി എൻ്റെ മകളെ പോലെ ഞാൻ കാണാൻ പോകുന്നത് അഞ്ജനയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സത്യൻ അഞ്ജനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. പക്ഷേ സംഗീതയ്ക്കാണെങ്കിലോ ഭൂമിനെ വളരെയധികം ഇഷ്ടമായിരുന്നല്ലോ. അഞ്ജനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ഈ ഒരു അവസരം നമ്മുടെ സംഗീതയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് സത്യൻ്റെ അമ്മയ്ക്ക് കേട്ടോ. സംഗീതയാണെങ്കിലോ പെട്ടെന്ന് തന്നെ നിലവിളക്കുമായിട്ട് ചാടി ഇറങ്ങി വരുന്നുണ്ട്. മോളെ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളക്ക് ഭൂമിയുടെ കയ്യിൽ കൊടുക്കാണ്. മുത്തശ്ശി ഉടനെ ചോദിക്കുകയാണ്, സംഗീത നീ എന്തായി കാണിക്കുന്നത്? ആർക്കാ നീ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ പോണത് എന്ന് പറയുമ്പോഴേക്കും ആ വിളക്ക് ഭൂമിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത നേരെ മുത്തശ്ശേരികളിലേക്ക് പോവാണ്. അമ്മേ, എനിക്ക് ഭൂമി മോളെ ഒരുപാട് ഇഷ്ടമാണ്. എന്തൊക്കെയാണെങ്കിലും അജയ് അവളുടെ കഴുത്തിൽ താലി കെട്ടി പോയില്ലേ, അവരിപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലേ. നമ്മളിപ്പോൾ ഇറക്കിവിടാൻ പറ്റുമോ? നമ്മുടെ തറവാടിന് അത് യോജിച്ചതാണോ എന്ന് പറയുമ്പം അവൾ എത്രക്കാരിയായെന്നിട്ടാ, അവളുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര ദിവസമായെന്നാ. അങ്ങനെയുള്ളപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഒരു ചടങ്ങ് പാടില്ലെന്ന് നിനക്കറിയില്ലേ? അതും കഴിഞ്ഞ് ഒരാഴ്ച പോലും തികയുന്നതിന് മുന്നേ വേറൊരു തന്നെ വിവാഹം കഴിച്ചാൽ ഇവളുടെ മനസ്സെന്തായിരിക്കും? അത്രയ്ക്ക് ചീപ്പാ ഇവളെ പോലുള്ളവർ വേണോ നിനക്ക് മരുമകളായിട്ട് എന്ന് പറയുമ്പം
അമ്മേ, അതൊക്കെ സാഹചര്യം കൊണ്ടല്ലേ. ഇന്ന് നമ്മൾ അജയുമായുള്ള വിവാഹ നിശ്ചയം നടത്താനിരിക്കുകയല്ലായിരുന്നോ? നടന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു കേട്ടില്ലേ ഭൂമിനെ അജയ്ക്ക് ഇഷ്ടമായിരുന്നു എന്ന്. ഇപ്പോൾ ഭൂമിക്ക് യാതൊരു തണലില്ലല്ലോ. അമ്മയാണെങ്കിലോ ജയിലില്, അച്ഛനാണെങ്കിലോ മരിച്ചുപോയി. പിന്നെ എന്തു ചെയ്യും? അമ്മ ജയിലില് എങ്ങനെയാണെന്നും കൂടെ പറ. അച്ഛനെ കുത്തിക്കൊന്നിട്ടല്ലേ അമ്മ ജയിലിലേക്ക് പോയത്? അതൊക്കെ ആളുകൾ പറഞ്ഞല്ലേ. ആ അച്ഛനമ്മയുടെ സ്നേഹം നമ്മളെ കണ്ടതല്ലേ മുത്തശ്ശി? അങ്ങനെയൊന്നുമില്ല, ഇത് വേറെന്തോ ചതിയാ എന്ന് സംഗീത പറയുമ്പം, വേണ്ട, നീ ഒന്നും പറയണ്ട, അവളെ ഇങ്ങോട്ടേക്ക് കയറ്റണ്ട. അമ്മേ, എന്നെ ഓർത്ത് പ്ലീസ്. അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ. അങ്ങനാണെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് അമ്മ ഒന്ന് കേൾക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി മിണ്ടാതിരിക്കുകയാണ്. ഇതാണ് ഗ്യാപ്പ് എന്നും പറഞ്ഞ് സംഗീത നേരെ പോയിട്ട് ഭൂമിയുടെ കയ്യിൽ നിലവിളക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് കയറി വാ എന്ന് പറയുന്നത് കേട്ടോ. ഭൂമി കരഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് വലതുകാലം വെച്ച് കയറി വരുന്നത്. അജയ് ഭൂമിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി സോഫയിൽ വന്നിരിക്കുകയാണ്. സത്യൻ മുഖം തിരിച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മുത്തശ്ശിയും അങ്ങനെ തന്നെ. ഭവാനിയുടെ കാര്യം ഇനി പറയണ്ടല്ലോ. അവള് സകലതും തകർന്ന അവസ്ഥയില് ഭൂമിയിലേക്ക് താന്നു പോയിരുന്നെങ്കിലോ എന്ന് ഓർത്തുകൊണ്ടോട് നിൽക്കാണ്. ഈ സമയത്ത് സത്യൻ തിരികെ ഇറങ്ങി വന്നിട്ട് അഞ്ജനോട് പറയാണ്, മോള് വിഷമിക്കണ്ട, ഈ ദാമ്പത്യത്തിന് അധികം ആയുസൊന്നുമില്ല. എല്ലാവരും ചതിച്ചും പറ്റിച്ചും ഇവരുണ്ടാക്കിയതല്ലേ ഇത്. പക്ഷേ ഇതിനധികം ആയുസില്ല മോളെ. എൻ്റെ മകളായിരിക്കും എന്നായാലും അവൻ്റെ കാര്യത്തിൽ അവൻ താലി കെട്ടുക. നീ ജീവിക്കുന്നത് അവൻ്റെ കൂടെ ആയിരിക്കും എന്നും കൂടി സത്യൻ പറയുന്നുണ്ടോ. ഇത് കേട്ട് അജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അജയാണെങ്കിലോ എങ്ങനെയെങ്കിലും തന്റെ കാമുകിയെ കണ്ടെത്തണം. അതിനുശേഷം ഇവളെ ഡിവോഴ്സ് ചെയ്തിട്ട് അവളെ വിവാഹം കഴിക്കണം. അതിനുവേണ്ടിയാണല്ലോ ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. അതോർത്ത് അജയോട് ഇരിക്കുകയാണ്. അങ്ങനെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി അലങ്കരിച്ച ആ വീട് ഭൂമിയുടെയും അജയുടെയും വിവാഹത്തിന് വേണ്ടി സാക്ഷിയായിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാവാൻ കേട്ടോ. അജയുടെ മുറി അങ്ങനെ അലങ്കരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോഴേക്ക് സംഗീത ഒരാളെ വിളിച്ചിട്ട് അലങ്കരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ മുറി വന്നിട്ട് അയാൾ അലങ്കരിച്ചിട്ടൊക്കെ പോവാണേ. രാത്രിയിൽ ഭൂമിയാണെങ്കിൽ മുറിയിലേക്ക് കയറി ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങായിരിക്കും. ഈ സമയത്ത് സംഗീത ആരും കാണാതെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഭൂമിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാൽ കൊടുക്കുന്നുണ്ട്. മോളെ, ഇതും കൊണ്ട് മുറിയിലേക്ക് ചെല്ല് എന്ന് പറയാണ്. അമ്മേ, ഇതൊക്കെ എന്തിനാന്ന് ചോദിക്കുമ്പം ഇതൊക്കെ ഒരു ചടങ്ങാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഗീതയ്ക്ക് ഭൂമിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഭൂമി റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അജയ് ആണെങ്കിലോ കുളിയെല്ലാം കഴിഞ്ഞിട്ട് കയറി വന്നിട്ടോ. എന്നിട്ട് ഇതെന്താ ഗ്ലാസ് പാലും ഒക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പം ഇത് സാറിൻ്റെ അമ്മ ഒന്ന് വിട്ടതാണെന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് നിന്നെ ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു, നിന്നെ ഒരുപാട് ഇഷ്ടം. സാരയില്ല, ഒരാളുടെ സപ്പോർട്ടുള്ളത് എപ്പോഴും നല്ലതാ. മുത്തശ്ശി ഇടഞ്ഞു നിൽക്കുന്നതാണ് വല്ലാത്ത പ്രശ്നം, സത്യൻ സാറും എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, എല്ലാവരെയും വെറുപ്പിച്ച് അവരെയൊക്കെ ശാപം മേടിച്ച് എത്ര ദിവസം ഞാനിവിടെ കഴിയുമെന്ന് എനിക്കറിയില്ല സാർ എന്ന് പറയുമ്പം അതൊന്നും ഓർത്തിട്ട് താൻ വിഷമിക്കണ്ട. നമ്മുടെ ഗോൾ എന്താണോ നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ഈ ഭവാനി ആൻറ്റീനെയും അഞ്ജനെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം, അവരെല്ലാം പക്കാ ക്രിമിനൽസാ എന്ന് പറയുന്നതിന് കേട്ടോ. അങ്ങനെ ഭൂമി രാത്രി പാൽ കുടിക്കാറുണ്ടോ ചോദിക്കുമ്പം ഇല്ലാന്ന് പറയുമ്പം ഞാൻ കുടിക്കാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അജയ് അത് വാങ്ങിച്ച് കുടിക്കുകയാണ്. ഭൂമി കിടന്നോന്നും പറഞ്ഞിട്ട് കട്ടിൽ കാണിക്കുമ്പം വേണ്ട സാർ, ഞാൻ നിലത്ത് കിടന്നോളാന്ന് പറയുമ്പം അതൊന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഈ ബെഡ് ഷെയർ ചെയ്യാം, നമ്മൾ നല്ല സുഹൃത്തുക്കളാണെന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കട്ടിലെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്നുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും ഭൂമി അതിരാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ പോയി പൂജ ചെയ്യാണ്. മുത്തശ്ശിയൊക്കെ എഴുന്നേറ്റിരുമ്പോൾ കാണുന്നത് ഭൂമി നല്ല മനോഹരമായിട്ട് പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വീടാകെപ്പാടെ അതിൻ്റെ ഒരു ഐശ്വര്യമാണ്. ആ പൂജയുടെ പുകയും ആ ഒരു മണവും ആ ഒരു പ്രാർത്ഥനയും എല്ലാം കേട്ട് മുത്തശ്ശിയുടെയും സത്യൻ്റെയൊക്കെ മനസ്സ് കുളിരുന്നുണ്ട്. മുത്തശ്ശിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവളോടുള്ള ദേഷ്യം കാരണം അതൊന്നും തുറന്നു പറയുന്നില്ല. അങ്ങനെ മുത്തശ്ശി ഒന്നും വേണ്ടാതെ പൂജാമുറിലേക്ക് പോയിട്ട് പൂജ ചെയ്ത് മടങ്ങാൻ നേരം മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ആരതി ഒഴിഞ്ഞുകൊണ്ട് ഭൂമി വരുന്നുണ്ട് കേട്ടോ. ഒരു കുറിയെടുത്ത് മുത്തശ്ശി നെറ്റിൽ തൊട്ടിട്ട് അവളുടെ മുഖത്തോട്ട് പോലും നോക്കാതെ അവിടുന്ന് പോവാണ്. എന്നാൽ ഭൂമിയുടെ ആ ഒരു സൗന്ദര്യം കണ്ട് സംഗീത നോക്കി നിൽക്കാണ്. ഓ, എൻ്റെ മരുമകളെ കാണാൻ എന്തൊരു സുന്ദരിയാ, ഈ ഒരു വേഷത്തിൽ അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് ഈ വീട്ടിൽ ഇങ്ങനെ ആരും പൂജ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഭൂമി അടുക്കളയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് സുപരിചിതമായ അടുക്കളയാണല്ലോ. അമ്മേ, ഇന്നെന്താ കാപ്പിക്ക് എന്ന് ചോദിക്കുമ്പം അങ്ങനെ ജോലിക്കാരും ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഭൂമി ചെയ്യാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട, അവൾ അടുക്കളയിൽ കയറണ്ട,
അമ്മേ അത് പിന്നെ എന്ന് സംഗീത പറയുമ്പം, എന്താടി ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഇവള് അടുക്കളയിൽ കയറണമെന്ന് ഞാൻ പറഞ്ഞത്. അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അങ്ങ് അടുക്കള കയറിയാ ഞാൻ ഭക്ഷണം പാകം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇവിടുന്ന് പോകുമ്പം സംഗീത പറയാണ്, അമ്മയുടെ ദേഷ്യമൊന്നും നീ കാര്യമാക്കണ്ട. അമ്മയ്ക്ക് എല്ലാവരോടും വലിയ സ്നേഹ. ഇതൊക്കെ അങ്ങ് മാറിക്കോളും. മോൾ എന്തായാലും ഇന്ന് പാചകമൊന്നും ചെയ്യണ്ട. അത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ. നിങ്ങൾ ഇനി ടൂറൊക്കെ പോകണം, ഹണിമൂണിനൊക്കെ പോകണം. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മുത്തശ്ശിയുടെ മനസ്സും തണുക്കും. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത ഞങ്ങളെ കേൾപ്പിക്കണം. അങ്ങനെയാണെങ്കിലേ മുത്തശ്ശി മോളെ കയ്യിൽ കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറയാൻ കേട്ടോ. ദാ അജയ്ക്കുള്ള ചായ എന്നും പറഞ്ഞുകൊണ്ട് ചായയും കൊടുത്ത് അവളെ പറഞ്ഞേക്കാണ്. ഡോറ് തുറന്ന് അജയുടെ അടുത്തേക്ക് പോയിട്ട് സാർ ചായ എന്ന് പറയുമ്പം അവിടെ വെച്ചേക്ക്. ആഹാ, രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞോ? ഞാൻ അതിരാവിലെ എഴുന്നേക്ക് സാർ, കുളിയും കഴിഞ്ഞു, പ്രാർത്ഥനയും കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അടുക്കളയ്ക്ക് ചെന്നപ്പോൾ മുത്തശ്ശി സമ്മതിച്ചില്ല. അവിടെ തന്നെ ഓടിച്ചു വിട്ടു. അതൊന്നും കാര്യമാക്കണ്ട, മുത്തശ്ശി പാവുക, പെട്ടെന്ന് ഇണങ്ങിക്കോളും. ആ അമ്മയും പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. സാറിന്ന് കേസിൻ്റെ കാര്യത്തിൽ പോകുന്നുണ്ടോ? പോണം, അന്വേഷിക്കണം. ഇന്ന് തൊട്ട് ഞാൻ അന്വേഷണം ആരംഭിക്കാം. താൻ പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് തൻ്റെ അമ്മേനെ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അജയ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുടി ഇങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുളി കഴിഞ്ഞാലേ ഉള്ളൂ. മുടി ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ തോർത്തിക്കൊണ്ടിരിക്കുമ്പം അജയ് ചായ കുടിക്കുകയായിരിക്കും. ഈ സമയത്ത് ഭൂമിയുടെ പുറത്തെ ആ ഒരു മറുക് അജയ് കാണുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മറുകാണല്ലോ, അത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി ആ ഒരു തോർത്തൊക്കെ ഇട്ടിട്ട് അവിടുന്ന് മുടിയെല്ലാം ചീവിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഈ സമയത്ത് അജയ് സത്യൻ പറഞ്ഞൊരു കാര്യം ഓർക്കാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു അടയാളം പറഞ്ഞത് ഈ ഒരു മറുകാണ്. അവളുടെ പുറത്തായിട്ട് ഒരു മറുകുണ്ട്. അതുപോലെ തന്നെ അവളുടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു. ഈ കുടുംബത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ആ ഒരു മാലയുണ്ടെന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിനെക്കുറിച്ച് അവൻ ഓർക്കാണ്. അങ്ങനെ അച്യുതനെക്കുറിച്ചും ആ ഭാര്യയെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കാനായിട്ട് അജയ് ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അയലോക്കാടൊക്കെ ചോദിക്കുമ്പം കുട്ടിയുമായിട്ടാണ് ഇവിടെ വന്നത്. അന്ന് മുതലേ ഞങ്ങൾക്കറിയാം, അന്ന് ആ കുട്ടിക്ക് ഒരു 3 വയസ്സ് കാണും. അന്ന് മുതൽ അച്യുതനെയും ഭാര്യയൊക്കെ ഞങ്ങൾക്കറിയാം. ഒരിക്കലും ഇങ്ങനൊരു കാര്യം അവർ ചെയ്യില്ല. അവരൊരുപാട് സ്നേഹത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ കുട്ടിയാണെങ്കിൽ പോലും അമ്മയും അച്ഛനെയും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ പൊന്നുപോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അജയ് ചോദിക്കുകയാണ്, പിന്നെ ഇങ്ങനൊരു ക്രൈം നടന്നതോ? അതൊരിക്കലും ഇവരാവില്ല, അത് മറ്റെന്തോ ഒരു ചതിയാണ് സാർ, അത് കണ്ടെത്തണമെന്നൊക്കെ അയലോടത്തുള്ളവരൊക്കെ പറയുന്നുണ്ട്. അച്യുതൻ്റെ സ്വന്തം നാട് എവിടെയാണെന്ന് അന്വേഷിച്ച് അജയ് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ആ നാട്ടിലേക്ക് പോയി അജയ് അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഒരു കാര്യം അജയ്ക്ക് ക്ലിക്കാവുന്നത്. അവിടെ ചെല്ലുമ്പം അവർ പറയുന്നുണ്ട്, അച്യുതാനന്ദൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ള ഒരു ചേച്ചിയെ കാണുകയാണ്. അവർ പറയുന്നുണ്ട്, ഒരിക്കലും അച്യുതനും ഭാര്യയ്ക്കും കുട്ടികളുണ്ടാവില്ലെന്ന് ഒരു ഡോക്ടർ പറഞ്ഞതാ. ഇവിടത് അവർ വിശ്വസിക്കാതെ പട്ടണത്തിലും പോയി അവർ അന്വേഷിച്ചതാ. അവർ ചെക്കപ്പ് ചെയ്തപ്പോൾ അവർക്കൊരിക്കലും കുട്ടികളുണ്ടാവില്ലെന്ന് പറഞ്ഞതാണ്. പിന്നീട് അവർ ഈ നാട്ടിൽ നിന്ന് പോയി. ഒരു 2-3 വർഷം കഴിഞ്ഞ് അവർ തിരികെ വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അവർക്ക് ജനിച്ച കുട്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാനായില്ല. കാരണം ഒരിക്കലും ഇവർക്ക് കുട്ടികൾ ജനിക്കില്ല എന്ന് തന്നെ അവർ പറഞ്ഞതാ. പ്രശ്നം ഭൂമിയുടെ അമ്മയ്ക്കായിരുന്നു. ഗർഭപാത്രം ഇല്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ കുട്ടി എങ്ങനെയാ വന്നെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇവിടുന്ന് പോയപ്പോൾ അവർ ഗർഭിണിയല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് നമ്മുടെ അജയ്ക്ക് തോന്നുന്നുണ്ട്. അജയ് അങ്ങനെ പലരോടും അന്വേഷിച്ചത് വെച്ച് ഒരിക്കലും ഇവർക്ക് കുട്ടികളുണ്ടാവില്ല എന്നുള്ള കാര്യം അജയ് മനസ്സിലാക്കാണ്. അവർ തിരികെ വന്ന് ഏകദേശം ഒരു പറയുന്നുണ്ട്, എങ്ങനെ പോയാലും ഒരു 2 വർഷമൊക്കെ ആയപ്പോഴേക്കും ഇവർ തിരികെ വന്നു. കൂടിപ്പോയ ഒരു 2.5 വർഷം. അപ്പം 3 വയസ്സുള്ള ഒരു കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അച്യുതാനന്ദൻ്റെ. എങ്ങനെ പോയാലും അവർക്ക് ഒരു കുട്ടി ഗർഭിണിയാവുന്ന സമയം, പിന്നെ ആ കുട്ടിക്ക് 3 വയസ്സാവണമെങ്കിൽ 4 വർഷമെങ്കിലും വേണ്ടേ? പക്ഷെ ഇവർ വന്ന സമയം തന്നെ ഏകദേശം 3 വർഷത്തിനുള്ളിൽ അവരിവിടെ എത്തി. അപ്പോൾ ഒരു കുട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. മിക്കവാറും എവിടെന്നെങ്കിലും ദത്തെടുത്തതായിരിക്കും. ആളുകളോട് പറയാനുള്ള മടി കാരണമായിരിക്കും അവർ അങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ ആ ഒരു ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. കുടുംബത്തുള്ളവരൊക്കെ പറയുന്നുണ്ട്. കാരണം അച്യുതനും ഭാര്യയ്ക്കും കുട്ടികളില്ലാത്തൊരു ഭയങ്കര വിഷമമായിരുന്നു. നാട്ടുകാരൊക്കെ കളിയാക്കലും ആ ഒരു പ്രശ്നമൊക്കെ കാരണമാണ് അവരോടൊന്ന് പോയത്. അങ്ങനെ പോയിട്ട് ഒരു 2.5-3 വർഷമായപ്പോഴേക്കും ഒരു കുഞ്ഞുമായിട്ട് അവർ തിരികെ നാട്ടിലേക്ക് വന്നു. പക്ഷെ അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ്ക്ക് ആ ഒരു സംശയം അജയുടെ മനസ്സിലേക്ക് വരികയാണ്.
ഭൂമിക്ക് തൻ്റെ കുടുംബമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് അജയ് ആലോചിക്കുന്നുണ്ട്. ആ മറികിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അജയ് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്യുതാനന്ദൻ്റെയും ഭാര്യയുടെയും കേസ് അജയ് അന്വേഷിച്ച് തുടങ്ങുകയാണ്. ഇവർ വിവാഹിതരാൽ സീരിയലിൻ്റെ ഇനി മുതലുള്ള എല്ലാ അപ്കമിങ് സ്റ്റോറീസും അതുപോലെ തന്നെ സാധാരണ റിവ്യൂസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാകാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണേ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹൈപ്പും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.